സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് ഇനി ഒരേ സമയക്രമം. അക്കാദമിക് കലണ്ടറിന് അംഗീകാരം. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പ്രവേശനം മുതൽ പരീക്ഷാ ഫലപ്രഖ്യാപനം വരെ ഏകീകൃത അക്കാദമിക് കലണ്ടറിന് അംഗീകാരം. ജൂലൈ 1 ക്ലാസ് ആരംഭിച്ച മെയ് 25 ഒന്നാം വർഷ ഫലപ്രഖ്യാപനം സാധ്യമാക്കണമെന്നാണ് അക്കാദമിക് കലണ്ടർ നിർദ്ദേശിക്കുന്നത്. സർവകലാശാലകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ഒരേ പ്രവർത്തന സമയം വരുമ്പോൾ വിദ്യാർത്ഥികളുടെ അന്തർ സർവകലാശാല മാറ്റമടക്കം സാധ്യമാകും. നിലവിൽ ഒരേ കോളേജിന്റെ പരീക്ഷ ഫലപ്രഖ്യാപനം തുടങ്ങിയവയ്ക്ക് വ്യത്യസ്ത സമയക്രമമാണ്. ഇതിന് പരിഹാരമാകുന്നതോടെ കോളേജ് മാറ്റം, സർവകലാശാല മാറ്റം എളുപ്പത്തിലാകുമെന്നാണ് 4 വർഷ ബിരുദ പ്രോഗ്രാം സംസ്ഥാന സംരക്ഷണ സമിതിയുടെ വിലയിരുത്തൽ. CPM നേതാവ് ആർ സഹദേവൻ അന്തരിച്ചു. പ്രമുഖ CPM നേതാവ് ആർ സഹദേവൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു. CPM കൊല്ലം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദീർഘകാലം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു. നിയന്ത്രണം വിട്ട ലോറി തലകീഴായി പള്ളിക്കെട്ടിടത്തിലേക്ക് മറിഞ്ഞ് അപകടം. കണ്ണൂർ ഇരിക്കൂറിൽ നിയന്ത്രണം വിട്ട ചെങ്കൽ ലോറി പള്ളിക്കെട്ടിടത്തിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സാഹസികമായി പുറത്തെടുത്തു. പള്ളിയിൽ അപകടം നടന്ന സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ചെങ്കല്ല് കയറ്റി വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് പള്ളിക്കെട്ടിടത്തിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. കെട്ടിടത്തിന് കാര്യമായ കേടുപാട് ഉണ്ടായതായാണ് വിവരം. അപകടമുണ്ടായ ഉടൻ ഓടിക്കൂടിയ നാട്ടുകാരും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് ഡ്രൈവറെ ലോറിക്കുള്ളിൽ നിന്ന് പുറത്തെടുത്തത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. KK ശൈലജ പേരാവൂരിൽ. കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥി പട്ടികയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ മത്സരിക്കും. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. നിലവിലെ സീറ്റായ മട്ടന്നൂർ വീണ്ടും നൽകാനാവില്ലെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചിരുന്നു. തുടർന്നാണ് ശൈലജ പേരാവൂരിൽ മത്സരിക്കാൻ സന്നദ്ധത പാർട്ടി അറിയിച്ചത്. 37 മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പട്ടികയായി. സിറ്റിംഗ് MLA-മാരിൽ 2 പേരില്ല. നിലവിലെ 2 MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കണോ എന്നതിൽ കോൺഗ്രസിൽ അവ്യക്തത തുടരുന്നു. MLA-മാരായ IC ബാലകൃഷ്ണൻ, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ കാര്യത്തിലാണ് തീരുമാനമാകാത്തത്. ശേഷിക്കുന്ന സിറ്റിംഗ് MLA-മാരെയെല്ലാം വീണ്ടും മത്സരിപ്പിക്കാനാണ് ധാരണ. ഇവർക്ക് പുറമെ 19 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും കോൺഗ്രസിൽ ധാരണയായിട്ടുണ്ട്.